നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ് റബ്ബേ ഇവിടെ ദിക്ർ സ്വലാത്ത് ഖുർആൻ ശരീഫ് റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ഖായിബാക്കല്ല അല്ലാഹ്. ഈ ഓതിയന്റെ മിഥ്ല സവാബ് ഇവിടെ കടക്കുന്നല്ല ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സാദാത്തീങ്ങൾ, അഹ്ലു ബൈത്ത് അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പോരാ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദന്മാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, ഉസ്താദന്മാർ, ഈ മഹല്ല നിവാസികൾ മരണപ്പെട്ടുപോയ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പോരാ, ഞങ്ങളെല്ലാം എല്ലാമായ നേതാവായ ബഹുമാനപ്പെടുത്ത താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പോരാ, ഈ സ്വലാത്ത് നേതൃത്വത്തിൽ നിന്നായ ബഹുമാനപ്പെട്ട എൻ്റെ ബാപ്പയായ ഖുറത്തു സ്വാദാത്ത് അവിടത്തേക്ക് ഞങ്ങൾ ഓതി ഹദിയ ചെയ്യുന്നു റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ ഖായിബാക്കല്ല അല്ലാഹ്. ഈ ഓതിയന്റെ മിഥ്ല സവാബ് അവരെ ഹളറത്തിലേക്ക് ഇതിന്റെ മിഥ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഈ മജ്ലിസ് നിന്റെ അടുത്ത് പൊരുത്തപ്പെട്ടതാക്കി തരണം റഹ്മാനെ, നീ തൃപ്തിപ്പെട്ടതാക്കി തരണം റഹ്മാനെ. നിന്റെ അടുക്കൽ വലിച്ചെറിയുന്ന മജ്ലിസോ അമലോ നീയാക്കല്ല അല്ലാഹ്, നീയാക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഈ മജ്ലിസ് ഉദ്ദേശിച്ച് വന്നവരുണ്ട് റബ്ബേ. ഓരോരുത്തരുടെ പേരും വീടും നാടും നിനക്കറിയാം അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാർ, വിദ്യാർത്ഥിനികൾ, മഹല്ല നിവാസികൾ അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. പോരാ, അവരെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നീ നൽകി കൊടുക്കണം റഹ്മാനെ, സ്നേഹമുള്ള ജീവിതം നൽകി കൊടുക്കണം റഹ്മാനെ. പോരാ, അവരെ മക്കളിൽ നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, പോരാ അവരെ കുടുംബത്തിൽ നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. പോരാ, തന്ന സമ്പത്തിൽ നീ നിഅമത്തും ബർക്കത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്, നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. പോരാ, ചെയ്യുന്ന ജോലിയിൽ നീ കൈഫലം പ്രദാനം ചെയ്യണം റഹ്മാനെ, ചെയ്യുന്ന ജോലിയിലും നീ ബർക്കത്തും നിഅമത്തും നീ ഏറ്റി തരണം റഹ്മാനെ. അപ്പേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. ഇതുപോലത്തെ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ടും ഞങ്ങളോന്ന ഖുർആൻ ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ടും ദിക്റിന്റെ ബർക്കത്ത് കൊണ്ടും സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്നവരുണ്ട് റബ്ബേ. അവരെ പേരും വീടും നാടും നിനക്കറിയാം അല്ലാഹ്, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഹബീബിനെ ആണല്ലോ അല്ലാഹ് ഇവിടെ ഞങ്ങൾ ഓരോ ഇസ്മുൻ ചൊല്ലി വിളിച്ചത് റഹ്മാനായ റബ്ബേ. ആ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ആ മാരകമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്ഷമിക്കാനുള്ള ക്ഷമ നീ നൽകണം റഹ്മാനെ. ലഗീമ നീ സലാമത്താക്കി കൊടുക്കണം അല്ലാഹ്. റഹ്മാനായ ക്യാൻസർ പിടിപെടുക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ പിടിപെടുക്കുന്ന ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കിഡ്നി സ്റ്റോൺ ഉള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കിഡ്നി ഫെയിലായി മണിക്കൂർ വെച്ച് ഡയാലിസ് ചെയ്യുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ മൂത്രത്തിൽ പഴുപ്പുള്ളവർ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രവാർച്ചയുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മൂത്രവാർച്ച സൽസിൽ തന്നെ പല രൂപത്തിലും റബ്ബേ, ജീവിതം മുഴുവനും നജസിലായി ഇബാദത്തിന് കോട്ടം വരുന്ന അവസ്ഥ, ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വഷളാകുന്ന രോഗം ഉള്ളവർക്കും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ തൊട്ടതിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ.
റഹ്മാനായ റബ്ബേ നിത്യമായ തലവേദന നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ ശ്വാസം മുട്ട് അധികരിച്ചവരും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ മൂക്കുവേദന മൂക്കൊലിപ്പുള്ളവരും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ ജലദേശം ശിഫ കൊടുക്കണം റഹ്മാനെ. അലർജി ഉള്ളവരുടെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഹാർട്ട് അറ്റാക്ക് വന്നവരുടെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ബ്ലോക്കായി കിടക്കുന്ന ശിഫ കൊടുക്കണം റഹ്മാനെ. ലൻസിന് ഇൻഫെക്ഷൻ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. കൈകാലുകൾ മുഴുവനും വേദനയുള്ളവരും ശിഫ കൊടുക്കണം റഹ്മാനെ. നടുവേദന ശിഫ കൊടുക്കണം അല്ലാഹ്. മുട്ടുവേദന ശിഫ കൊടുക്കണം റഹ്മാനെ. കൈകാലുകൾ തളർന്നവരുണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നിത്യമായ കൈകാലുകൾ തളർന്ന് ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ശരീരം മുഴുവനും ചോറി വന്ന് പുഴുക്കൾ വന്നിട്ട് പൊട്ടിയൊലിഞ്ഞ അവസ്ഥയിലുണ്ട് അല്ലാഹ്. റിഫായ് ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. വശപ്പെട്ടതാണെങ്കിൽ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റിഫായ് ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്ഷമിക്കാനുള്ള ക്ഷമ നീ നൽകണം റഹ്മാനെ. വള്ളപ്പാണ്ട് പിടിച്ചവരുണ്ട് ഈസാ നബീന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം അല്ലാഹ്. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അപ്പേ കണ്ണുണ്ട് കാഴ്ചയില്ലാത്തൊരു കാഴ്ച പ്രദാനം ചെയ്യണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്തൊരു കേൾവി പ്രദാനം ചെയ്യണം റഹ്മാനെ. നാവുണ്ട് സംസാരമില്ലാത്തവർക്ക് സംസാരം പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബേ സംസാരത്തിന് അടർച്ചയുള്ളവരുണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. വിക്കുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശബ്ദത്തിന് കോട്ടമുള്ളവർ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ശബ്ദത്തിന് കോട്ടമുള്ള നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബ് ഇതിന് ഇതുപോലെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും പറയപ്പെടാത്തതുമായ മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് നബിന്റെ ഉമ്മത്തീങ്ങളിലുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം റഹ്മാനെ. നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ ബന്ധുമിത്രാദികളെയും ഞങ്ങളെ ഉസ്താദന്മാരെയും ഞങ്ങളെ മാതാപിതാക്കളെയും ജ്യേഷ്ഠന്മാരെയും കുടുംബക്കാരെയും പെങ്ങന്മാരെയും എല്ലാവരും തൊട്ടും നീ ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ നീ യജമാനനാണ്, ഞങ്ങൾ അടിമകളാണ്. പറഞ്ഞ് കേൾക്കാത്തതിന്റെ പേരിൽ ഈ നിലക്കും അല്ലാത്തതുമായ മാരകമായ രോഗം തന്നിട്ടും പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ടും നിനക്ക് പരീക്ഷിക്കാനുള്ള അധികാരമുണ്ട് റബ്ബേ. ഞങ്ങളെ തൊട്ടും ഖിയാമം വരുന്ന ദുരിയാത്തിനെ തൊട്ടും ഈ നിലക്ക് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. തന്ന സമ്പത്ത് ഇതുപോലെ ഹോസ്പിറ്റൽ ചെലവഴിച്ചുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. ഉള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ക്ഷമിക്കാനുള്ള ക്ഷമ നീ നൽകണം റഹ്മാനെ. റഹ്മാനായ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ സിഹറന്മാരെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കണ്ണന്മാരെ കണ്ണോട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കൊള്ളക്കാരെ കൊള്ളർ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഫിത്നക്കാരെ ഫിത്നയോട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഹസദീങ്ങളെ ഹസദോട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കിബറന്മാരെ കിബറോട് കാത്ത് രക്ഷിക്കണം അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഖൽബ് ഫിത്നയും ഫസാദും ഹസദും കിബറും അടങ്ങിയ ഖൽബാണ് റബ്ബേ ഞങ്ങളെ ഖൽബ്. ഇതുപോലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഖുർആൻ ശരീഫിന്റെ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്നതിന്റെ എല്ലാം ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധീകരിച്ചണം റഹ്മാനേ. നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. തഖ്വാവുള്ള ഖൽബ് നീ വർദ്ധിപ്പിച്ചണം റഹ്മാനെ. തഖ്വാവുള്ള ഖൽബ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചണം റഹ്മാനെ. തഖ്വാവുള്ള ഖൽബ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ തെറ്റേന്റെ കാരണം കൊണ്ട് തന്നെ മാരകമായ രോഗങ്ങളും അല്ലാതെ പകർച്ചവ്യാധികൾ കൊറോണ പോലത്തെ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും നബിന്റെ ഉമ്മത്തി മാറി നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്. നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഒരുപാട് പത്രമേടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പല രൂപത്തിലുള്ള HIV രോഗം വേറെ, അതിനോടനുബന്ധിച്ചു വന്ന വൈറസുകൾ അധികരിച്ചിട്ടുണ്ട് എന്ന് വേറെ, കൊറോണ എന്ന് അധികരിച്ചു എന്ന് വേറെ, അങ്ങനെ ദിനേന പല രൂപത്തിലും മാരകമായ രോഗം വിവിധ രാഷ്ട്രങ്ങളിലും എല്ലാവരും ഇങ്ങനെയുള്ള രോഗം വന്ന് അനുഭവിക്കുന്ന നബിന്റെ ഉമ്മത്തിങ്ങളിലുണ്ട് അല്ലാഹ്.
എല്ലാവരെ തൊട്ടും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. ഇനിയൊരു പ്രത്യാഘാതം മനുഷ്യനക്ക് സഹിക്കാൻ കഴിയൂല റബ്ബേ, സഹിക്കാൻ കഴിയൂല അല്ലാഹ്. നീ യജമാനൻ, ഞങ്ങൾ അടിമകളാണ്. ഒരു വരലും ഞങ്ങളെ കൊണ്ട് നീ തന്നത് വാങ്ങിക്കാന്നല്ലാതെ ഒരു വരല് പോലും ഞങ്ങളെ കൊണ്ട് അനക്കാൻ കഴിയൂല റബ്ബേ. ഞങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. ദുആ നീ ഖൈബാക്കല്ല അല്ലാഹ്. സിഹറന്മാർ സിഹറിനോട് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സിഹർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് നീ മടക്കണം റഹ്മാനെ. റബ്ബേ സിഹർ കൊണ്ട് സുന്നത്തമാത്തിന്റെ സ്ഥാപനം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്തമാത്തിന്റെ മഹല്ലത്ത് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുന്നത്തമാത്തിന്റെ സ്ഥാപനം, സിഹർ കൊണ്ട് സുന്നത്തമാത്തിന്റെ കോളേജ് യതീംഖാന നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് പള്ളി ദർസ് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് വ്യക്തികൾക്ക് രോഗം നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജസദിലുള്ള ഓരോ അവയവങ്ങളും മുറിക്കുന്ന അവസ്ഥയിലേക്ക് നീ വരുത്തിക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് റബ്ബേ ശൈത്വാനിയത്തിന്റെ ശർറും നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജാഷന്മാർ തമ്മിൽ നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതം നീ ഫിർഖത്താക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് സുഹന്നത്തമാത്തിന്റെ മഹല്ലത്ത് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് വാഹന മുതൽ നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് കച്ചവടം ബിസിനസ് നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ജോലി നശിപ്പിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് ബുദ്ധിക്ക് മാന്ദ്യം വരുത്തിക്കല്ല അല്ലാഹ്. സിഹർ കൊണ്ട് വിവരത്തിന് കോട്ടം നീ വരുത്തിക്കല്ല റഹ്മാനെ. സിഹർ കൊണ്ട് വിവരത്തിന് കോട്ടം നീ വരുത്തിക്കല്ല റഹ്മാനെ. റബ്ബേ സിഹർ ആര് ചെയ്തുവോ ചെയ്തവരിലേക്ക് നീ മടക്കണം റഹ്മാനെ. അല്ലെങ്കിൽ അവരെ ശർറിനെ തൊട്ട് ഞങ്ങളെ നീ വിദൂരപ്പെടുത്തി തരണം റഹ്മാനെ. അല്ലെങ്കിൽ അവരെ നീ നേർവഴിയിലാക്കി തരണം അല്ലാഹ്. അല്ലെങ്കിൽ അവരെ നീ നേർവഴിയിലാക്കി തരണം റഹ്മാനെ. അല്ലെങ്കിൽ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു കളയണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖൈബാക്കല്ല അല്ലാഹ്. എത്രയോ പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് റഹ്മാനായ റബ്ബേ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ആ പ്രവാസികൾ എന്തിനു വേണ്ടിയാണോ റബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, പോരാ അവരുടെ ആ പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നാട്ടിലുള്ള ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയും സ്വാന്തന പ്രവർത്തനത്തിന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയെല്ലാം അവർ ചെലവഴിക്കുന്നു റബ്ബേ. നീ തന്നെയാണ് അവർക്കും ബർക്കത്ത് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നീ തന്നെയാണ് ബർക്കത്ത് ചെയ്യേണ്ടത് അല്ലാഹ്. ചെയ്യുന്ന സഹായ സഹകരണങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബേ ആ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ റബ്ബേ, ലൈസൻസ് ഇല്ലായ്മ, ശമ്പളം ഇല്ലായ്മ, തൊഴിലില്ലായ്മ, മുതലാളി തൊഴിലാളി പ്രശ്നങ്ങൾ, അങ്ങനെ പല അവർ ഗവൺമെന്റ് നിയമങ്ങൾ, അങ്ങനെ പലതും അവർ ദുരനുഭവിക്കുന്നുണ്ട് റബ്ബേ. എല്ലാം നീ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട്, ഈ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. നീ ഫതഹ് നൽകണം റഹ്മാനെ. നീ ഫതഹ് നൽകണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖൈബാക്കല്ല അല്ലാഹ്. റബ്ബേ ആ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ റബ്ബേ പല നിലക്കും കേസിലകപ്പെട്ടിട്ടുള്ളവരുണ്ട്. അല്ലാതെ പല നിയമത്തിൽ ലൈസൻസിന്റെ വിഷയങ്ങളോ കേസിലകപ്പെട്ടവരുണ്ട്. പല കച്ചവട ബിസിനസ്സുകൾ നിയമത്തിന്റെ കാരണത്താൽ പൂട്ടപ്പെട്ടതുണ്ട്. അങ്ങനെ പല രൂപത്തിലും പോരാ അവർ ജീവിക്കാനുള്ള റൂമിന്റെയും പല വിഷയത്തിന്റെ പേരിൽ പലങ്ങൾക്ക് പല ദുരനുഭവം അനുഭവിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ മഹല്ലത്തിലുള്ളവരുണ്ട്, ഇല്ലാത്തവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത അല്ലാഹ്. എല്ലാം നീ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ഫതഹ് നൽകണം റഹ്മാനെ. നീ ഫതഹ് നൽകണം റഹ്മാനെ. നീ ഫതഹ് നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എത്രയോ 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങളെ കൂടെയും നസറാനികളെ കൂടെയും ജൂതന്മാരുടെ കൂടെയും അന്യവരുടെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു റബ്ബേ. എന്തൊരു കാലഘട്ടം അല്ലാഹ്. നിന്റെ ഈമാൻ, നിന്റെ ഭയമില്ലാത്തൊരു കാലഘട്ടം റബ്ബേ. ഞങ്ങൾ ആ മക്കളെ വക്കലും നിന്റെ പെൺമക്കളെ വക്കൽ നിന്നും നിന്റെ ഈമാന്റെ ഒരു തുള്ളിയില്ലാത്തൊരു കാലഘട്ടം അല്ലാഹ്. നിന്റെ ഈമാൻ അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. നിന്നിലുള്ള ഭയം നീ നൽകണം റഹ്മാനെ. ഇങ്ങനെ ഇസ്സത്ത് പറിച്ചു കേടുന്ന അവസ്ഥ ആൺമക്കളെ വക്കൽ നിന്നോ പെൺമക്കളെ വക്കൽ നിന്നോ നീ നൽകല്ല റഹ്മാനെ. അങ്ങനെ അവസ്ഥ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മാതാപിതാക്കളെ നീ കണ്ണു നീ ചിമ്മണം റഹ്മാനെ. ഇസ്സത്ത് പറിച്ചു കേടുന്ന അവസ്ഥ നീ നൽകല്ല അല്ലാഹ്.
ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഞങ്ങൾ നീ ജീവിക്കണം റഹ്മാനെ. സമ്പത്ത് നീ തന്നെയാണ് തരുന്നത്, വായു നീ തന്നെയാണ് തരുന്നത്, വള്ളം നീ തന്നെയാണ് തരുന്നത്, തീയും നീ തന്നെയാണ് തരുന്നത് റബ്ബേ. എല്ലാം ഉണ്ടെങ്കിലും ഇസ്സത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നിൽക്കും നഷ്ടം തന്നെ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഇസ്സത്തോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. ഇസ്സത്തില്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നിന്നിനുള്ള ഭയം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ദീനിന്റെ ഖിദ്മത്ത്, ഞങ്ങളെ കുട്ടികൾ സ്കൂളിൽ മദ്രസയിൽ പോകുന്നത് പോരാ, ഞങ്ങളൊരു സഫർ പോകുന്നത്, സിയാറത്ത് പോകുന്നത്, എല്ലാം വാഹനത്തിൽ ഉദ്ദേശമയത്ത് ഉദ്ദേശം ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ. എല്ലാവിധ അപകട മരണങ്ങളോട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാവിധ അപകട മരണങ്ങളോട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാവിധ അപകട മരണങ്ങളോട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ എല്ലാവിധ അപകട മരണങ്ങളോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. എന്തൊരു ആക്സിഡന്റും പല രൂപത്തിലുള്ള ആക്സിഡന്റുകളാണ് റബ്ബേ ഇവിടെ നടന്ന് ദിവസങ്ങൾക്കും ദിനങ്ങൾക്കും എത്രയോ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും വലിയവരും മരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹ്. എല്ലാവിധ അപകട മരണങ്ങൾ തൊട്ട് കാർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്, ഫ്ലൈറ്റ് ആക്സിഡന്റ്, ട്രെയിൻ, ബസ് പോലോത്ത അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ത്യാമം വരുന്ന ദുരിയാത്തിനെ തൊട്ടും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നബിന്റെ ഉമ്മത്തിങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. ഒരു അപകട മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്, ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റബ്ബേ പൂർത്തിയായ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് കല്യാണം കഴിയാനുള്ളത്. നീ ഖൈറായ അണതുണകളെ നീ നൽകി കൊടുക്കണം റഹ്മാനെ. ഖൈറായ അണതുണകളെ നീ നൽകി കൊടുക്കണം റഹ്മാനെ. ഖൈറായ അണതുണകളെ നീ നൽകി കൊടുക്കണം റഹ്മാനെ. പോരാ, ഖൈറായ സന്താനങ്ങളും നീ നൽകി കൊടുക്കണം റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവൻ നൽകി കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ സ്ത്രീ പുരുഷന്മാർ ത്വലാഖും ഫസ്ഖും ഖുൽഇന്റെ വക്കിലെത്തിയവരുണ്ട് റബ്ബേ. അങ്ങനെ ചൊല്ലിയവരുമുണ്ട് അല്ലാഹ്. ഖൈറായ ജീവിതവും അവർക്കും നീ നൽകണം റഹ്മാനെ. നീ നിരാശനാക്കല്ല അല്ലാഹ്. നല്ല ജീവിതം നീ നൽകണം റഹ്മാനെ. എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. സാമ്പത്തിക ഇല്ലായ്മ കൊണ്ടും അതുപോലെ യതീമക്കളായതുകൊണ്ടും അതുപോലെ തന്നെ വീടില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ പല ദുഅഫിന്റെ പേരിൽ എത്രയോ സ്ത്രീ പുരുഷന്മാർ കല്യാണം കഴിയാതെ വയസ്സധികരിപ്പിച്ചവരുണ്ട് റബ്ബേ. എന്ത് തടസ്സം നിനക്കല്ലാതെ ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുത്തു റബ്ബേ. നീ ഖൈറായ ജീവിതം, എണ്ണത്തോണ ജീവിതം അവർക്ക് നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. എത്രയോ വയസ്സധികരിച്ച എത്രയോ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് റബ്ബേ. നിസാര വിഷയത്തിന്റെ പേരിൽ, ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഒഴിവാക്കുന്ന ജീവിതം അല്ലാഹ്. റബ്ബേ അവർക്കും നീ ഖൈറായ അണത്തോണ ജീവിതം നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അവർക്കും നീ ഖൈറായ വീട് നീ നൽകി കൊടുക്കണം റഹ്മാനെ. അതിനുവേണ്ടി മുതിരുന്നവരുണ്ട്, കുറ്റിയടിച്ചവരുണ്ട്, വീടിന്റെ പണി പകുതിയിലായവരുണ്ട്, സ്ഥലം നോക്കി വെച്ചവരുണ്ട്, സാമ്പത്തിക ഇല്ലായ്മ പല കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ അതിൻ്റെതായ ഫത്ഹുകൾ നീ നൽകി കൊടുക്കണം റഹ്മാനെ. നീ നൽകി കൊടുക്കണം റഹ്മാനെ. നീ നൽകി കൊടുക്കണം റഹ്മാനെ. തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് കണ്ണ് ചിമ്മുന്നതിന്റെ മുമ്പ് തന്നെ ആ വീട് കുടിയലുകൂടി കുടുംബനാഥന്മാർക്കും അവരെ കുടുംബത്തിന് സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല അല്ലാഹ്. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. ദുആ നീ ഖായിബാക്കല്ല റഹ്മാനെ. റബ്ബേ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, സ്വദേശ വിദേശ നാടുകളിലുണ്ട്. നീ ഖൈറായ ജോലി നീ നൽകി കൊടുക്കണം റഹ്മാനെ. ഉള്ള ജോലി നീ ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ.
സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും ഞങ്ങൾ പഠിപ്പിക്കുന്ന ദർസുകൾ ഊറത്ത് താജുൽ ഉലമന്റെ പഠിത്ത ദർസ് ഉള്ളാളത്ത് അൽ മഖർ സഅദിയ മർക്കസ് പോലോത്ത് അതുപോലെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ മദ്രസയും അതുപോലെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം നീ ഖിയാമം വരെ നിലനിർത്തി തരണം റഹ്മാനേ. കടമില്ലാത്ത രൂപത്തിൽ നിലനിർത്തി തരണം റഹ്മാനെ. കടത്തോടുള്ള ഒരു സ്ഥാപനം നീയാക്കല്ല അല്ലാഹ്. ഉള്ള കടം നീ വീട്ടി തരണം റഹ്മാനെ. ഉള്ള കടങ്ങൾ നീ വീട്ടി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് കടം വാങ്ങി തിരിച്ചേൽപ്പിക്കാത്തൊരു കാലഘട്ടം. അങ്ങനെയുള്ള എത്രയോ മുഅ്മിനീങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ഇതിന് പല കോടിയായിട്ടും ലക്ഷങ്ങളായിട്ടും ആയിരം ചെറുതായാലും എന്ത് തന്നെ ആയാലും റബ്ബേ നിന്റെ അടുക്കൽ കടം തന്നെയാണ് അല്ലാഹ്. റബ്ബേ ഈ വാങ്ങിയവർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ഭയവും ആ ഒരു തൗഫീഖും ആ ഒരു തഖ്വയും അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അതിനുള്ള സാമ്പത്തിക ശേഷിയും നീ നൽകി കൊടുക്കണം റഹ്മാനെ. അവരെ കൈകൊണ്ട് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. കണ്ണ ചിമ്മുന്നതിന് മുന്നേ കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. കടത്തോടുള്ളൊരു മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല അല്ലാഹ്. കടം വാങ്ങിയിട്ട് ഖബർ സ്വീകരിക്കാത്തൊരു മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല റഹ്മാനെ. നീ വിധിക്കല്ല റഹ്മാനെ. നീ വിധിക്കല്ല റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. ആഖിറുസ്സമാന്റെ ഫിത്നയോട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ നിന്റെ റഹ്മത്തായ മഴ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. സമയത്തൊട്ട് നീ പിന്തിക്കല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഈ മഹല്ലത്തിലുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഇവർ ബർസഖിയായ ജീവിതം അവർക്കും ഞങ്ങൾ സന്തോഷമാക്കി തരണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ കുടുസാക്കല്ല അല്ലാഹ്. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ വിശാദ നൽകണം റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും നീ തീയാലും പുകയാലും നീ ആക്കല്ല റഹ്മാനെ. അവരെ ഖബറും ഞങ്ങളെ ഖബറും റബ്ബേ നീ സ്വീകരിക്കുന്ന ഖബറാക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ പോലത്തെ ഖബറാക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ സന്ദർശിക്കുന്ന ഖബറും നീ ആക്കണം റഹ്മാനെ. റബ്ബേ ഖബർ വിജയിച്ചാൽ ആഖിറം വിജയിച്ചു, ഖബർ പരാജയപ്പെട്ടാൽ ആഖിറം പരാജയപ്പെട്ടു. റബ്ബേ ആ വിജയത്തിന് വേണ്ടിയാണ് ദുന്യാവിലുള്ള ഞങ്ങൾ ഓരോരുത്തരുടെ നട്ടോട്ടമുള്ള ജീവിതം റഹ്മാനെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ആര് വിജയിക്കും എന്ന് ഞങ്ങൾക്ക് ഒരാൾക്കും അറിയില്ല റബ്ബേ. നിന്റെ സയ്യിദന്മാരെയും നിന്റെ ആലിമീങ്ങളെയും നിന്റെ ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്നത് കൊണ്ടും സ്നേഹിച്ച കാരണത്താലും ഈ സ്വലാത്ത് ചൊല്ലിയ കാരണത്താലും ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. നമ്മളെ ഖബർ നീ നന്നാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് നീ വിജയിപ്പിച്ചണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കിതാബ് നീ വലം കൈ തരണം റഹ്മാനെ. ഇടം കൈ നീ തരല്ല റഹ്മാനെ. വല്ലതും എഴുതപ്പെട്ട് കളയുന്ന നീ മായ്ച്ച് കളയണം റഹ്മാനെ. റബ്ബേ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. മഅ്ശറയിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിന്റെ തണലിട്ട് തരും. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ കൗസർ വള്ളം കുടിച്ച് സിറാത്ത് പാലം മിന്നും വേഗം കടന്ന് ഞങ്ങളെ മാതാപിതാ ജ്യേഷ്ഠന്റെ കുടുംബക്കാർ ഉസ്താദന്മാർ മഹല്ല് നിവാസികൾ ലോകത്തിലെല്ലാ മുഅ്മിനീനും മുഅ്മിനാത്തിനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബിനെ ഇഷ്ടപ്പെടുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബിനെ വെക്കുന്ന ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബിന്റെ ഷഫാത്ത് നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ ഹബീബിന്റെ ഷഫാത്ത് ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് മഖബൂലും മബ്റൂറും ഹജ്ജ് ഉംറക്ക് വേണ്ടി അപേക്ഷ കിട്ടിയ സന്തോഷം അറിയിച്ചവരുമുണ്ട്, കിട്ടാതെ വന്നവരുമുണ്ട്. റബ്ബേ രണ്ട് കൂട്ടർക്കും നീ ഖൈർ വിധിച്ചു കൊടുക്കണം റഹ്മാനെ. മഖബൂലും മബ്റൂറും ഹജ്ജ് ഉംറ ചെയ്ത് വന്ന് തിരിച്ച് അഖിലുകാലിലേക്ക് നീ അവരെ നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. കിട്ടാത്തവർക്ക് ഇനിയും അതിനുള്ള അവസരം അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റിയെഴുതണം റഹ്മാനെ. ചെയ്തവരുടെ ഉംറയും ഹജ്ജും നീ സ്വീകരിക്കണം റഹ്മാനെ. മഖബൂലും മബ്റൂറും ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ഉസ്താദന്മാരെയും മാതാപിതാക്കളെയും തെറി പറയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. അവരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കൂടെ ഉൾപ്പെടുത്തണം റഹ്മാനെ.
ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മജ്ലിസിലുള്ള വല്ല അദബുകൾ വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഞങ്ങളടുത്ത് വന്നു പോയിട്ട് നീ പൊരുത്തപ്പെട്ട് മാഫാക്കി തരണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഇവിടുത്തെ മഹല്ല് നിവാസികളായ മുഹിബ്ബീങ്ങളായ പ്രവർത്തകർ, ലൈറ്റ് സൗണ്ട് പോലോത്ത ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇറച്ചി മാംസം അരി പോലോത്തത് അതെല്ലാം തന്നവർ സ്വതക്കകൾ അതിയകൾ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. എന്തുദ്ദേശം വെച്ചാണ് ഇതിനേക്ക് വേണ്ടി സഹായിച്ചത്, നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി സഹായിച്ചു എന്നതിന്റെ ഫضല് കൊണ്ട് അവർക്ക് നീ അതിന്റെ ഖൈറും ബറകത്തും നിഅമത്തും നീ ഖിയാമം വരെ നീ നൽകി കൊടുക്കണം റഹ്മാനെ. പോരാ അവരെ ഖബറിലേക്ക് അതിന്റെ ഫضല് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അത് കാരണമായി മക്കളെയും ക്യാം വരുന്ന മക്കളെയും ദീനിന്റെ ഖാദിമീങ്ങളാക്കണം അല്ലാഹ്. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അബേ കാലത്തിനടിസ്ഥാന കോലം കെട്ടുന്ന ആലിമീങ്ങളെ നീ ആക്കല്ല റഹ്മാനെ. മുതഅല്ലിമീങ്ങളെ നീ ഉഖ്റവിയ ആലിമു ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കണം റഹ്മാനെ. കാലം കെട്ടുന്ന കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടുന്ന മക്കളെ ഞങ്ങളെ നീ ആക്കല്ല റഹ്മാനെ. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. ഒരു നിലക്കും നിങ്ങൾ അതേ ഈ കാലഘട്ടം പുതിയതെന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ നിങ്ങൾ ഒരു നിലക്കും കോലം കെട്ടരുത്. ഫിത്നയും ഫസാദും ഹസദും കിബറും അടങ്ങി അധികരിച്ച കാലഘട്ടം. അതേ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാത്തിനും അതിമറിയുന്ന ഒരു കാലഘട്ടം. മുഅ്മിനെ ആലോചിക്കണം. മാതാപിതാക്കളായ നിങ്ങളോടും എന്നോടും ഞാൻ പറയുകയാണ്, അതേ സുന്നത്താകുന്ന മൊബൈൽ പറയുന്ന തങ്ങളടുത്തുമുണ്ട്, കേൾക്കുന്ന നിങ്ങളടുത്തുമുണ്ട്. ഒരു നിലക്കും അതിലനുകരിച്ചുള്ള ജീവിതം നിങ്ങൾ അങ്ങേയറ്റം നയിച്ചു പോകരുത്. അതേ ദുന്യവിയായ വെറും ജീവിതം മാത്രം ആഗ്രഹിച്ചു പോകരുത്. ഇതുകൊണ്ട് ആ ദുന്യാവുമുണ്ട് ആഖിറമുണ്ട് എന്നുള്ള ബോധത്തോടെ ആയിരിക്കണം മുഅ്മിനീങ്ങളെ ആ മൊബൈൽ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടത്. എന്നല്ല, ഇവിടെ ഏതെല്ലാം ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആ ടെക്നോളജി എല്ലാം ആ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നല്ലാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ ഏതെല്ലാം നിലക്കുള്ള വാട്സപ്പുകളും ഇൻസ്റ്റാഗ്രാം പോലത്തെ ഏതെല്ലാം സോഷ്യൽ മീഡിയകളുണ്ടോ ആ മീഡിയകളെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തണം ദീൻ പറയുന്നുണ്ട്. മറിച്ച് ഓരോ നഗ്നമായ ഫോട്ടോ വീഡിയോ എടുത്തുള്ള ഒരു ജീവിതം നിങ്ങൾ നയിച്ചു പോകരുത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന് ഒരു നിലക്കും ഇല്ല. കാരണം എന്ത്? ഇല്ലായ്മയിൽ നിന്ന് പുതിയത് ഉണ്ടാവലാണ് ന്യൂ ജനറേഷൻ എന്നതിന്റെ അർത്ഥം. പുതിയതൊന്ന് ജനറേറ്റ് ചെയ്യുക, പുതിയതൊന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് പുതിയത് ഉണ്ടാകുന്നതല്ല, പകരം പഴയതിലേക്ക് അഥവാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് മുഅ്മിനെ, ജഹ്ലിയായ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കുള്ള പോക്കാണ് ഞാനും നിങ്ങളും ഇന്ന് അധികരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതെ ഹബീബിന്റെ ജനനത്തിന്റെ മുമ്പ് ഇവിടെ എന്താണ് ഉണ്ടായത്? വ്യഭിചാരം അധികരിപ്പിക്കുക, ചെറിയ മക്കളെ കൊല്ലല്, പോരാ എല്ലാ നിലക്കും ഫിത്നയുണ്ടാക്കല്, പോരാ ഒരു കള്ളുകൂടി അധികരിപ്പിക്കല്, അതുപോലത്തെ ലഹരി പദാർത്ഥത്തിൽ അടിമപ്പെടല്, അങ്ങനെ പലതും മുഅ്മിനീങ്ങളെ അധികരിച്ചൊരു കാലഘട്ടമാണ് ആ ജഹ്ലിയായ കാലഘട്ടം. ആ കാലഘട്ടം അധികരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അവിടുന്ന് തുടങ്ങുന്നത്. ആ സമയത്ത് അതേ എല്ലാത്തിനും ഒരു അറുതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ബിംബാദരങ്ങൾ അധികരിച്ച സമയമാണ് അതൊക്കെ. ആ സമയത്ത് ലാത്ത ഉസ്സ എന്ന ആ ബിംബങ്ങളുണ്ടല്ലോ തലകുത്തിക്കയായി മറയുന്നു. ഖിസ്റ കൈസറ കൊട്ടാരം, അങ്ങനെ ആ കൊട്ടാരങ്ങളെല്ലാം ഒന്നടങ്ങത്തെ പിടിപൊടിയാകുന്നു. അങ്ങനെ പലതും ആ ജഹ്ലിയായ കാലഘട്ടത്തിൽ ഹബീബിന്റെ ജനനത്തോടുകൂടെ അതിനെല്ലാം ഒരു അറുതി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു സൂചന കൊടുക്കൽ പുറമെ പോരയിട്ടതാ. 40 നുബുവത്ത് വരലോടുകൂടിയതാ. വ്യഭിചാരം പാടില്ല, പോരാ കള്ളുകുടി പാടില്ല, അങ്ങനെ ഓരോ ഹുക്കുമുകളും ഇല്ലായ്മയിൽ നിന്ന് പുതിയത് ഉണ്ടാകുന്നു. ഇല്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പുതിയത് കൊണ്ടുവന്നു. അതങ്ങനെ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പറയുന്നു, അൽ യൗമ അക്മൽതു ദീനക്കും എന്ന് പറഞ്ഞിട്ട് ഹബീബ് പറയുകയാണ്, ഇവിടെ ദീൻ പൂർത്തീകരിച്ചു, ഇനി
സ്വഹാബികളെ, നിങ്ങൾ ഇതിനെ അങ്ങേയറ്റം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, അൽ ഉലമാ വറദത്തുൽ അംബിയാ. ആ ഇൽമിന്റെ അനന്തരം അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അനന്തരാവകാശാണ് മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾ ഇവിടെ തുറന്നു പറയുന്നത്. ഞാനും ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ പല രൂപത്തിലും കളിക്കുന്ന സമയത്ത് ആലിമീങ്ങൾ അതിനെ എതിർക്കുന്നത് അവരെ സ്വന്തം നിയമമല്ല. മുസൽമാനായ ജനിച്ച എനക്കും നിങ്ങൾക്കും ഒരു ചട്ടക്കൂടിൽ ജീവിക്കൽ നിർബന്ധമാണ്. അതിനാണ് എനക്കും നിങ്ങൾക്കൊരു ഭരണഘടന നൽകിയത്. ഏതാണ് ആ ഭരണഘടന? അതാണ് ഖുർആൻ. 6666 ആയത്ത്. ആ 6666 ആയത്ത് അടങ്ങുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ 666 ആയത്തിൽ അടങ്ങുന്ന ദുനിയാവ് മൊത്തം ഈ ടെക്നോളജി എന്നല്ല ക്യാമം വരുന്നവരെ ഉണ്ടാകുന്ന എല്ലാ ജന്തുജാലങ്ങളും ആ ആയത്തിൽ ഖിയാസാക്കപ്പെട്ടതാ. ആ ഖുർആൻ ശരീഫിൽ ഖിയാസാക്കപ്പെട്ടതാണ് മുഅ്മിനെ. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ആദ്യം ഖുർആനാണ് മാറേണ്ടത്. ഈ കാലത്ത് ഞാനും നിങ്ങളും പല രൂപത്തിലും മൊബൈലുകളും എല്ലാം അധികരിക്കുമ്പോൾ ഒരു നിലക്ക് ഇത് പറ്റൂല, വേറൊരു സുബേദ് അത് പറ്റൂല എന്ന് പറഞ്ഞ് ദീനെ ഹറാമിനെ ഹലാലാക്കാൻ അധികാരം അല്ലാഹു തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഖുർആനല്ലേ ആദ്യം മാറ്റി മറിക്കേണ്ടത്? ആലോചിച്ചു കൊള്ളണം മുഅ്മിനീങ്ങളെ. നമ്മളെ ബുദ്ധിക്കൊത്തല്ല അല്ലാഹുവിന്റെ ദീൻ. അല്ലാഹുവിന്റെ ദീൻ എന്നുള്ളത് അത് വളരെ കർക്കശവും എല്ലാ രൂപത്തിലും അന്നൽക്ക് അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനു വേണ്ടി ഞാനും നിങ്ങളും യോജിച്ച് ജീവിക്കുക എന്നല്ലാതെ നമ്മളെ അടിസ്ഥാനത്തിൽ ദീനെ മാറ്റി മറിച്ചാൽ മറിക്കുകയുമില്ല, എന്നല്ല മറിക്കപ്പെടുകയുമില്ല മുഅ്മിനീങ്ങളെ. അതിനെ ഒരു ലോകത്തൊരു ശക്തി വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. ലോകത്ത് ഏത് കുത്തുബ് വിചാരിച്ചാലും ശരി, ഏത് സയ്യിദ് വിചാരിച്ചാലും ശരി, ഏത് ആലിമായി വിചാരിച്ചാലും ശരി, അള്ളാഹുവിന്റെ ദീന്റെ ഹുക്കുമിനെ മാറ്റിമറിക്കാൻ അള്ളാഹു അധികാരം തന്നിട്ടില്ല. മാറ്റിമറിച്ചാൽ മറിയുകയും ഇല്ല. അതിന് ഞാനും മുതിർന്നിട്ട് കാര്യവുമില്ല. ഏത് നിലക്ക് ബിദ്അത്തിന്റെ കക്ഷികൾ അതിനെതിരെ പ്രവർത്തിച്ചാലും ശരി, നിരീശ്വരവാദിത്വം എന്ന് പറഞ്ഞതിന് പേര് പ്രവർത്തിച്ചാലും ശരി, തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമി സലഫിസം എന്ത് തന്നെയാണെങ്കിലും സുന്നത്ത് ജമാഅത്ത് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിനെതിരെ സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ അതിനെതിരെ പ്രവർത്തിച്ചാൽ മുഅ്മിനീങ്ങളെ അല്ലാഹു വിടുകയില്ല, ഒരു നിലക്കും വിടുകയില്ല. റബ്ബ് തന്നെയാണ് മക്കളെ സൃഷ്ടിക്കപ്പെട്ടത്. അന്നത് സൃഷ്ടിക്കപ്പെട്ടു. ഒരു മാതാപിതാവിന് അന്നെ സൃഷ്ടിക്കപ്പെട്ടു. അനക്ക് വേണ്ടിയിട്ട് അടുത്ത മക്കളെ സൃഷ്ടിക്കപ്പെട്ടതും അല്ലാഹു തന്നെയാണ്. ഈ ഓരോ മക്കളെയും അല്ലാഹു തന്നത് അല്ലാഹുവിന്റെ ദീനിനെ വേണ്ടി പ്രവർത്തിക്കാനാണ്, എന്നല്ലാതെ ദീനെതിരെ ഒരു നിലക്കും കുതിര കയറാനുള്ളതല്ല മുഅ്മിനീങ്ങളെ. ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ, ഹയവാനുൻ നാതിഖ് ഉണ്ടാകണമെങ്കിൽ 5 ഹിസ്സിയാത്ത് അതേ ഖുർആൻ സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കണം, എന്താണ് 5 ഹിസ്സിയാത്ത്? അതേ ഒരു മനുഷ്യ രൂപമുണ്ടാകണമെങ്കിൽ കണ്ണാവശ്യമില്ല, കണ്ണിന്റെ ദ്വാരം മതി. ചെവി ആവശ്യമില്ല, ചെവിന്റെ ദ്വാരം മതി. മുൻദ്വാരം പിൻദ്വാരം അവയവം ആവശ്യമില്ല, ദ്വാരം മതി. കൈകാലുകൾ ആവശ്യമില്ല, ദ്വാരം മതി. മുഅ്മിനെ, ഒരു മനുഷ്യ രൂപമുണ്ടാകണമെങ്കിൽ സൂറത്തുൻ നിസായിൽ അതേ തഫ്സീർ ജലാലൈനി പോരാ, ഇബ്നു കസീർ അങ്ങനെ അടങ്ങും, ബൈളാവി അടങ്ങുന്ന എല്ലാ മുഫസ്സിരീങ്ങളും അതിനെ വിശദീകരിക്കുന്നുണ്ട്. ശേഷമുള്ളതോ ഈ കണ്ണ്, ഈ ചെവി, കൈ, കാല് എല്ലാം തന്നത് അതേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനാ. അതെല്ലാം അല്ലാഹുവിന്റെ നിഅമത്തിനുള്ളതാണ്. അതും ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ആ അവയവങ്ങളില്ലാത്ത രൂപത്തിലും അല്ലാഹു ശിക്ഷിക്കാൻ തുടങ്ങി. നമ്മളെ അനുഭവം പറയുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് വിളിച്ചു പറഞ്ഞു, തങ്ങളെ കുട്ടി ജനിച്ചു, കുട്ടിക്ക് ദുബറില്ല, പിൻദ്വാരമില്ല. അനുഭവം പറയാം, 3 ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റുകുറ്റങ്ങൾ വേറെ ഇരിക്കട്ടെ, അള്ളാഹു ഇപ്പൊ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ തുടങ്ങി. നമ്മൾ തഫ്സീർ ഓതുന്ന സമയത്ത് എങ്ങനെ സൃഷ്ടിക്കുമെന്ന് അന്ന് സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. ഉസ്താദിനടുത്ത് ചോദിച്ചിട്ടുണ്ടായി, അങ്ങനെ ഉസ്താദ് ഇപ്പൊ അങ്ങനെ സൃഷ്ടിക്കാന്നുള്ളത്. ഇന്ന് അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടു. വേറൊരു അനുഭവമുണ്ട്, എല്ലാം നൽകിയത് ചെയ്ത തെറ്റിന് അല്ലാഹു നൽകുന്നു. എൻഗേജ്മെന്റ് അധികരിച്ചൊരു കാലഘട്ടം, നിക്കാഹിന്റെ മുമ്പ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് അതേ നിക്കാഹിനെയും കാട്ടി സുന്നത്തായി കാണുന്നൊരു എല്ലാ നിലക്കുള്ള ഒരു പരിപാടി കൊണ്ട് ഇപ്പോൾ തുടങ്ങിയ ഒരു അവസ്ഥയാണ് എൻഗേജ്മെന്റ്.
ആരാണ് മുഅ്മിനെ ഈ എൻഗേജ്മെന്റ് ഹലാലാക്കി തന്നത്? തനിച്ച ഹറാമല്ലേ? അതെ, എൻഗേജ്മെന്റ് എന്ന അടിസ്ഥാനത്തിൽ നടക്കുന്ന ആ ഹറാമാണ്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും കാണുന്നതല്ല ഹറാം. പകരം അതിനേക്ക് വേണ്ടി നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് തനിച്ച ഹറാമാണ്. എന്താ പറഞ്ഞുകൊണ്ടുവന്നത്? ഒരു പെണ്ണിനും ആണും പെണ്ണും കാണാൻ അല്ലാഹു സുന്നത്താക്കിപ്പെട്ട കാര്യം ഏതാണ് അറിയോ? അല്ലാഹു സുന്നത്താക്കപ്പെട്ട ഒരു പെണ്ണും ആണും, അതെ, ഒരു കേവലം ഒരു 18 വയസ്സായ സ്ത്രീ, ഒരു കേവലം ഒരു 18 വയസ്സായ പുരുഷൻ അല്ലാഹു കാണാൻ സുന്നത്താക്കപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെ ഒരു സ്വലാത്ത് കിതാബ് കൊടുത്തു കഴിഞ്ഞ് പറയണം, ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു നിക്കാഹ് ചെയ്താൽ നമുക്ക് ബാക്കി കാണാമെല്ലാം. എന്നാൽ ഇന്ന് അത് നിലനിർത്തണമെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യം ഏതാണ്? പൊന്നും പോരാ, അതെ, അഡ്രസ്സും കൊടുത്തിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരു ഫോട്ടോ വീഡിയോ എടുത്തുള്ള ഒരു ജീവിതം. മുഅ്മിനെ ആര് തന്നു നിങ്ങൾക്ക്? തരിച്ച ഹറാമല്ലത്. പറയാൻ തന്നെ ഭാര്യക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഭാര്യ ആവര്? എങ്ങനെ ആവര്? ഇവിടെ റബ്ബിന്റെ ഹുക്കുമിലുള്ളത് ഖബിൽതു സവ്വതു പറഞ്ഞാലേ ഭാര്യ ആവുള്ളൂ, അല്ലേ? പിന്നെ അങ്ങനെയാണ് കേടിലല്ല പെണ്ണുങ്ങന്മാർ നമ്മളെ ഭാര്യയായി മാറി പോയിട്ട് പൊന്നു കൊടുക്കണ്ടേ, അല്ലേ? തന്നെ ആ ഒരു നിലപാട്, അഥവാ ഇപ്പോഴത്തെ പഴയ ജൂതന്മാരുടെ കാലഘട്ടത്തിൽ, യഹൂദികളെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ആചാരമാണത് മുഅ്മിനീങ്ങളെ. അല്ലാതെ നമ്മളെ സുന്നത്ത് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഈ അനുവാദം തന്നിട്ടില്ല, ഒരു നിലക്കും തന്നിട്ടില്ല. എന്നിട്ട് പറയാലോ ഈ സ്വർണം കൊടുക്കൽ എൻ്റെ ഭാര്യക്ക്. എന്ത് ഭാര്യ? എങ്ങനെ നിങ്ങൾക്ക് ഭാര്യ? പറയുന്ന തങ്ങൾ ചെയ്താലും കേൾക്കുന്ന നിങ്ങൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിന് അല്ലാഹു ഇവിടെ ഒരു നിലക്കും അധികാരം തന്നിട്ടില്ല. എന്നിട്ടോ എൻ്റെ അടുക്ക് ഒരാൾ വിളിച്ചു പറഞ്ഞു, തങ്ങളെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ കൈ കണ്ടോ ഇങ്ങനതോ? അല്ല, ഇനി 1.5 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചാൽ സ്വർഗത്ത് നിന്ന് വന്ന പെണ്ണ് ചോദിച്ചു. അല്ല, 1.5 ലക്ഷം ഉറുപ്പ്യൊക്കെ നിക്കാഹിന്റെ മുമ്പേ മുഅ്മിനീങ്ങളെ ഒരു നിക്കാഹ് ചെയ്തതിനാൽ അതിന് ഹുക്കുമ കണ്ട് ആ പൊന്നിനും ഹുക്കുമ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ത്വലാഖ് അല്ലെങ്കിൽ ഫസ്ഖ് അല്ലെങ്കിൽ ഖുൽഉ, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ കൊടുത്ത മഹറിന് 2.5% അല്ലെങ്കിൽ 1.5% അല്ലെ തിരിച്ചു വാങ്ങിക്കാന്നുള്ളുണ്ട്. തന്നെ മസ്അലുണ്ട്. നിങ്ങൾ ഈ എൻഗേജിന്റെ പേരിൽ പൊന്നു കൊടുത്ത എന്ത് മസ്അലയുള്ളു ഉണ്ടാ? കിതാബിലില്ല അങ്ങനത്തെ ഒരു സംഗതി. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് വാങ്ങിക്കും? ഉദാഹരണം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ പറഞ്ഞു വെച്ച് ഉറപ്പിച്ചു പോയി. കാരണം ഇപ്പൊ എൻഗേജ്മെന്റ് പറയുന്നത് മുട്ടായി കൊടുക്കാന്ന് പറയും. പൊന്നു കൊടുത്ത് ഈ കൊടുത്ത ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിക്കാഹിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. ഈ പൊന്ന് തിരിച്ചു വാങ്ങിക്കാൻ കഴിയോ? ഹുക്കുമില്ല. എന്ത് വാങ്ങിക്കാൻ? എന്ത് പറഞ്ഞാ വാങ്ങിക്കല്? ത്വലാഖിൽ ഹുക്കുമുണ്ട്, ഇത്ര വാങ്ങിക്കണം എന്നുള്ള തിരിച്ചു ഹുക്കുമുണ്ട്, ഇല്ലേ? ഇതിനെന്ത് ഹുക്കുമുള്ളു? ഒന്ന് ആലോചിക്ക്. എന്തെല്ലോ തോന്നി ചെയ്യാനുള്ള അല്ലാഹുവിന്റെ ദീൻ, എന്തെല്ലാം ചെയ്യുന്ന റഹ്മാനായ റബ്ബ്. എന്നിട്ട് ഇവൻ ഹറാമ് ചെയ്തത് നമ്മൾ ഇപ്പൊ തുടങ്ങിയ സൈവ് ദ ഡേറ്റ്. പിന്നെ ഓന്റെ ഹറാമ് ചെയ്ത നമ്മ സൈവ് ചെയ്യല്ല പണിപ്പൂടെ. ഓൻ ഹറാമ് ചെയ്തത് നമ്മ സൈവ് ചെയ്യ, അതിന്റെ അമ്മക്കും അതിന് കുറ്റം. ചോറയിച്ച ബുദ്ധി കുറച്ചങ്ങ് അമ്മക്ക് വേണ്ടേ? അല്പം ചോറയിച്ച ബുദ്ധി എന്ന് പറയും. മുഅ്മിനീങ്ങളെ ആലോചിക്കണം. മാതാപിതാക്കൾ നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. അല്ലാഹു ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പറയുന്ന തങ്ങൾ ചെയ്താലും ശിക്ഷിക്കപ്പെടും, കേൾക്കുന്ന നിങ്ങൾ ചെയ്താലും ശിക്ഷിക്കപ്പെടും. അല്ലാഹു ഹറാമിനെ ഹലാലാക്കാൻ അല്ലാഹു അധികാരം തന്നിട്ടില്ല, ഹലാലിനെ ഹറാമാക്കാനും അല്ലാഹു തന്നിട്ടില്ല. അല്ലാഹു എന്താണ് ഇവിടെ പറഞ്ഞു തന്നത്, അതുപോലെ ഞാനും നിങ്ങളിവിടെ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉലമാ വറസത്തുൽ അംബിയാ. അതെ, അനന്തരാവകാശം ആലിമീങ്ങൾക്ക് നൽകപ്പെട്ടു. അല്ലാഹുവിന്റെ ദീനാകുന്ന ഇൽമ്, ആ ഇൽമ് നല്ല പണ്ഡിതന്മാർ അത് പറഞ്ഞു തരുമ്പോൾ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും അടിസ്ഥാനത്തിൽ കേട്ടടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നല്ലാതെ അതിനെ എതിരെ ചെയ്ത് കുതിര പ്രവർത്തിക്കാൻ അല്ലാഹു അനുവാദം തന്നിട്ടില്ല, ഒരു നിലക്കും തരുകയുമില്ല. ആലോചിച്ചു ജീവിച്ചു കൊള്ളണം. എൻഗേജ്മെന്റ് ചെയ്ത കാരണത്താൽ മുഅ്മിനീങ്ങളെ അനുഭവം പറയുകയാണ്, നമ്മളെ ഫഖർ പറയുന്നതല്ല. അതേ
വലിയ പത്രാസും കൊട്ടാരം പോലത്തെ വീടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ വീടിന്റെ മുമ്പ് കൂടെ പോയിട്ടുമുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കൂടെ പോയിട്ടുമുണ്ട്. വലിയൊരു ബാപ്പാക്ക് അതേ ഏക മകളെ ഉണ്ടായിട്ടുള്ളൂ. പേരിന് വേണ്ടി എല്ലാ നിലക്കുള്ള നിക്കാഹിനിയും കാട്ടി എൻഗേജ്മെന്റ് എന്നൊരു സ്ഥാനം എല്ലാ നിലക്കുള്ള ഹറാം അതിന് ചെയ്തതിന്റെ ശേഷം മുഅ്മിനേ അന്ന് ആ പെൺകുട്ടി കടന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ആ കുട്ടിക്ക് ബുദ്ധിക്ക് കുറവ് വന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ കുട്ടിക്ക് ബുദ്ധിക്ക് അഖിലിന് അല്ലാഹു കുറവ് കൊടുത്തു. നിസ്സാരമാക്കിയതിന്റെ പേരിൽ ഇന്ന് ആ പിതാവ് ഇന്നും ഖേദിച്ച് കരിയാണ്. ഞാൻ പോയ അവസ്ഥ പറയാം. നട്ടപ്പായരാക്ക് 1 മണിക്ക് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തങ്ങളെ ഒന്ന് വരണം, എന്താ വിഷയം എന്ന് ചോദിച്ചു. അങ്ങനെ ഭയങ്കര എന്നിട്ട് പോയതാണ്. അവസ്ഥ നോക്കുമ്പോൾ ഈ അവസ്ഥ. ഇന്നാ പിതാവ് ബായിൽ കൂട്ടിയിട്ട് മകളെ കടത്തേണ്ട അവസ്ഥ. 22 വയസ്സ് വരെ അഥവാ ഈ എൻഗേജ്മെന്റ് നടക്കുന്ന തലേന്ന് വരെ ഒരു കുഴപ്പമില്ല. ശേഷം പിറ്റേന്ന് റബ്ബ് കൊടുത്തു. അള്ളാഹുവിനോട് വെല്ലുവിളിക്കാൻ ലോകത്തൊരു ശക്തിക്കും ആയിട്ടില്ല. ഒരു തങ്ങൾക്കും അള്ളാഹു അധികാരം തന്നിട്ടില്ല, ഒരു സഖാഫിക്കും തന്നിട്ടില്ല, ഒരു അസരിക്കും, ഒരു ദാരിമിക്കും, മദനിക്കും. ഇനി MBBS ഡോക്ടറാണെങ്കിലും ശരി, ഇനി എൻ്റെ ബക്കീരാണെങ്കിലും ശരി, എന്ത് കൊണ്ടാണെങ്കിലും ശരി, അള്ളാഹു അധികാരം തന്നിട്ടില്ല. ആലോചിച്ചു കൊള്ളണം ചെറുപ്പക്കാരികളെ, വയസ്സുള്ളവരെ, വയസ്സില്ലാത്തവരെ ആലോചിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കല്യാണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയില്ലേ? നിങ്ങള് അന്നും കല്യാണം നടന്നിട്ടില്ലേ? അന്നും അള്ളാഹു മക്കളെ നൽകിയിട്ടില്ലേ? ഈ എൻഗേജ്മെന്റ് ഉണ്ടായത് കൊണ്ടാണോ നൽകിയത്? ഒന്ന് ആലോചിക്കണം. ഞാനും നിങ്ങളും. ചരിത്രമാണ് നമ്മളുടെ ജീവിതം. അതല്ലേ ഖുർആനും ചരിത്രമല്ലേ ഖുർആനുമുള്ളത് എന്നല്ലാതെ വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയും അതിൽ പറഞ്ഞു. അതെല്ലാം മുമ്പത്തെ കാര്യത്തിലേക്ക് ഖിയാസാക്കപ്പെട്ടിട്ടാണ് മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും ഇവിടെ പറഞ്ഞത്. ഖുർആനിൽ ഖുൽ നബി തങ്ങളെ പറഞ്ഞു കൊടുക്ക്, അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്ക്. ഇന്ന സമൂഹം, നൂഹ് നബിയുടെ സമൂഹം, ആദ് നബി, ഹൂദ് നബി, അങ്ങനെ ഓരോന്നും പറഞ്ഞില്ലേ? ആരാണ്? യൂസുഫ് നബി, ഇബ്രാഹിം നബി, ഓരോ ഈസാ നബി, മൂസാ നബിയുടെ പേരെല്ലാം പറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞെന്താണ്? അതുകൊണ്ട് നബി തങ്ങളെ നിങ്ങളുടെ ഉമ്മത്ത് ഈ രൂപത്തിൽ കളിച്ചു കഴിഞ്ഞാൽ തൂഫാൻ കൊണ്ട് ശിക്ഷിക്കപ്പെടും, ലഫ്ദ കൊണ്ട് ശിക്ഷിക്കപ്പെടും, പകർച്ചവ്യാധികളെ കൊണ്ട് ശിക്ഷിക്കപ്പെടും. അതേ പോരാ, അങ്ങനെ ഓരോ ശിക്ഷകളെ എണ്ണിത്തൊട്ട് പറഞ്ഞപ്പോൾ ഹബീബ് സുജൂദിൽ ചോദിച്ചല്ലോ, അല്ലയോ റബ്ബേ എന്റെ ഉമ്മത്തിന് ഈ രൂപത്തിലും ശിക്ഷിക്കരുത്. അപ്പോൾ അന്ന് മറുപടി കൊടുത്തു റബ്ബ്, അതെ അങ്ങയുടെ ഉമ്മത്ത്, ഓ നബിയെ തങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കൂല, തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ ശിക്ഷിക്കൂല, പകരം ഈ ഉമ്മത്തിനെ ഒന്നടങ്കം ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കൂല, പകരം ഓരോ കറിയകളായി ഞാൻ ശിക്ഷിക്കപ്പെടും. അതാണല്ലോ ഇന്ന് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല നാടുകളിൽ വീണ്ടടക്കം ഒരു 5-6 മാസം വയനാട് ഉരുൾപൊട്ടൽ, പറഞ്ഞിടത്ത് വേറെ സ്ഥലത്ത് വേറെ വെള്ളപ്പൊക്കം, അങ്ങനെ പലതും ഓരോ നാടുകളിൽ ഓരോ കറിയകളായിട്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനേ ഞാനും നിങ്ങളും അതിന് വിധേയമാകപ്പെടും. ചെയ്ത തെറ്റിന് ഉണക്കിന്റെ കൂടെ പച്ചയും കത്തും എന്നുള്ള ആ ചൊല്ലുണ്ടല്ലോ, അതുപോലെ റബ്ബ് ശിക്ഷിക്കും. അതിന് യാതൊരു സംശയം വേണ്ടതില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചു കൊള്ളുക. അതാണ് സയ്യിദന്മാരും ആലിമീങ്ങളും മുൻകഴിഞ്ഞു പോയ ആലിമീങ്ങളും സയ്യിദന്മാരും നമുക്ക് പറഞ്ഞു തന്നത്. അതേ ദിക്റും സ്വലാത്തും അധികരിപ്പിക്കുക, ഖുർആൻ ശരീഫ് അധികരിപ്പിക്കുക, ഫിത്നയും ഫസാദ് ഒഴിവാക്കുക. അതേ ഇന്ന് ഞാനും നിങ്ങളും ഫിത്നയും ഫസാദും ഞാൻ നേരത്തെ പറഞ്ഞത്, അതേ ന്യൂ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലം എന്താണ്? അതേ ഉള്ള വാട്സപ്പിലും ഫേസ്ബുക്കിലും കൂടി ഞാനും നിങ്ങളും പറയുന്ന ഒരു നഗ്നമായ ഫോട്ടോ വീഡിയോ എടുത്ത് അയക്കൽ ഹറാം, ഫോട്ടോ നോക്കൽ ഹറാം. അതാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം. മുൻകഴിഞ്ഞ പോയിലേക്ക് അള്ളാഹു എത്തിക്കപ്പെടുകയാണ്, പഴയ കാലഘട്ടത്തിലേക്ക് എത്തിക്കപ്പെടുന്നു. ഇവിടെ വേഗത മാത്രമേ മുഅ്മിനെ നടക്കുന്നുള്ളൂ, അഥവാ പെട്ടെന്ന് കാണാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഒന്ന് തന്നെ. എന്ത്? വ്യഭിചാരം. ചെവി കൊണ്ട് ഒരാൾ വോയിസ് കേൾക്കൽ ഹറാം, അന്യ പെണ്ണ് അന്യ പുരുഷൻ കേൾക്കൽ ഹറാം, അതിനുവേണ്ടി ഹറക്കാത്ത് സക്കനാത്ത് ഉപയോഗിക്കൽ ഹറാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഓ സഹോദരി സഹോദരന്മാരെ, അതേ സോഷ്യൽ മീഡിയ ആകുന്ന സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട്. വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ അതേ അവൻ ചെയ്ത തെറ്റ് എന്നുള്ള രൂപത്തിലേക്ക് വരരുത്. അതേ അതിലും ഫിത്നയും ഫസാദും അധികരിച്ചു പോകരുത്. ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സയ്യിദന്മാരെയും ആലിമീങ്ങളെയും തെറി പറഞ്ഞു പോകരുത്. പോരാ,
കമ്മിറ്റി ഭാരവാഹി മഹല്ല് പറഞ്ഞു പോകരുത്. പോരാ, സ്വന്തം സഹപാഠികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ജീവിതമുണ്ടല്ലോ, അതും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. പോരാ, ചെറിയ പിഞ്ചു മക്കളെ വെച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയ ഒരു പ്രവണതയുണ്ട്. അതെ, ചെറിയ മക്കളെടുത്ത് വീഡിയോ ഉണ്ടാക്കുക, ഉസ്താദന്മാരെ ആലിമീങ്ങളെ കളിയാക്കി ഉണ്ടാക്കുന്ന വീഡിയോ, പോരാ ചിരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ, അതെല്ലാം ഹറാമ് തന്നെ. ഒന്നുമില്ല, നിസാരമല്ലേ, അത് നിങ്ങൾക്കറിയാലോ, കാര്യമില്ല, ഞാൻ അതിന് അർഹതപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും റബ്ബിന്റെ അടുത്ത് കാര്യമില്ല. അത് നിസാരവൽക്കരണം തന്നെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും രക്ഷപ്പെടണമെങ്കിൽ സ്വലാത്തും ദിക്റും ഖുർആൻ ശരീഫും അധികരിപ്പിച്ചാൽ അതേ മരണ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഉണ്ടാകും. ഇല്ലെങ്കിൽ പ്രയാസമാണ് മുഅ്മിനെ. ഞാനും നിങ്ങളും അതേ അതിജീവിച്ചു പോകാൻ ദുനിയാവിൽ ഈ കാണുന്ന എല്ലാവരും സഹായിക്കുണ്ടാവും. ഖബറിൽ അവനവൻ ചെയ്ത അമലല്ലാതെ ഒരാൾക്കും അവിടെ രക്ഷപ്പെടാനുണ്ടാകൂല. അവനവൻ ചെയ്ത അമലെന്താവണം? സ്വലാത്തും ദിക്റും ആവണം. ആ സ്വലാത്ത് അതെ ചെയ്തത് സ്വീകരിക്കണമെങ്കിൽ, അതേ ശഫാഅത്ത് ഹബീബ് നിൽക്കണമെങ്കിൽ അവനവൻ അതിന്റെ ഇഖ്ലാസോടെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മലക്കുകൾ പറയും, ഹബീബേ, സ്വലാത്ത് അധികരിപ്പിച്ചവനാണ് ഇവൻ, ദിക്ർ അധികരിപ്പിച്ചവനാണവൻ, അതുകൊണ്ട് ഹബീബ് ശഫാഅത്തിന് അതായ കൂട്ടു നിൽക്കുന്നു. ഇല്ലെങ്കിൽ മലക്കുകൾ അതിനെ തടയിടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ച് ജീവിക്കുക. അതേ കാലം വളർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിനും കോമാളിത്തരം കൂടാൻ അല്ലാഹു തന്നിട്ടില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്, ഈ കർണാടക എന്ന നാടിന്, അതേ എന്നല്ല കേരളം എന്ന നാടിന്, ആ 17 വയസ്സായ വിദ്യാർത്ഥിയായ താജുൽ ഉലമയാദാ ലോകമെമ്പാടും അവിടുത്തെ ഇൽമ കൊണ്ട് ദറസ് നടത്തിയിട്ട് അല്ലാഹുവിന്റെ ദീൻ അക്കാലത്തും ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ടെക്നോളജിയുടെ വേക്കിൽ അവർ പോയില്ല. പകരം ചെയ്യുന്ന കാര്യത്തിൽ തഖ്വ, ഏത് സാമ്പത്തിക കാര്യം ശരി, ചെയ്യുന്ന ഒരു ഹറക്കാത്ത് സക്കനാത്താണെങ്കിലും ശരി, അതിനെല്ലാം അന്നൽക്കുള്ള ശുദ്ധിയോടെ ജീവിച്ചപ്പോൾ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുകരിക്കുന്ന അനുയായികൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്കും അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള പവിത്രതയും നൽകി മുഅ്മിനെ. അതുകൊണ്ട് ഞാനും നിങ്ങളും അത് കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ, അങ്ങനെയുള്ള ഔലിയാവും, അങ്ങനെയുള്ള ഉലമാ ആകുന്ന സയ്യിദന്മാർ അതേ ഈ കാലഘട്ടത്തിലുള്ളെങ്കിൽ മുഅ്മിനെ ഇന്ന് ഞാനും നിങ്ങളും ചണ്ടിച്ചവർ തന്നെയാണ് ഉറപ്പ്, യാതൊരു സംശയം വേണ്ടതില്ല. അതുകൊണ്ട് അവർ കാണിച്ചു തന്നതിന്റെ ചെറിയതെങ്കിലും ഞാനും നിങ്ങളും ദീന്റെ ഖിദ്മത്തിൽ ഏർപ്പെട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലവണ്ണം മുതിരണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവന് വരാൻ പോകുന്ന മക്കൾക്കും ക്യാമം വരുന്ന ദുർരിയാത്തിനും ആ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ദുആ നീ ഖൈബാക്കൽ റഹ്മാനെ. അവസാനം ആഖിബത്തുന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മരിപ്പിക്കണം റഹ്മാനെ. ഇവിടെ നടക്കുന്ന റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. നല്ലവണ്ണം ബുർദ ഓതി സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ച് ഇവിടെ പറഞ്ഞുവോ, ഏതെല്ലാം ഉദ്ദേശം വെച്ച് ഇവിടെ വന്ന് രോഗങ്ങൾ ഉദ്ദേശം വെച്ചുവോ, അതേ ആ ബുർദ തന്നെ മറന്ന് രോഗത്തിനുള്ള ശിഫയാണ് അല്ലാഹ്. അതുകൊണ്ട് ബുസൂരി ഇമാം തങ്ങളെ ബർക്കത്ത് കൊണ്ടും ബുർദന്റെ ബർക്കത്ത് കൊണ്ടും ഇതെല്ലാം വിവരിക്കപ്പെടുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബേ അവരെ ബർക്കത്ത് കൊണ്ടും ഹബീബിന്റെ ബർക്കത്ത് കൊണ്ടും മാരകമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ളാഹിറും ബാത്തിനുമായ രോഗം നീ ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ചീരണ നൽകിയ സംഭാവന നൽകിയവർ അല്ലാതെ ഇവിടുത്തെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ച് സഹായിച്ച് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായി സഹായിച്ചവർക്കും ഇതിന്റെ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണം അല്ലാഹ്. ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.